ഓക്കെ, ശരി. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഡിഫറെന്റ് ഡാറ്റ ടൈപ്സ് എന്നാണ് പഠിച്ചത്. സോ ബേസിക്കലി ഇൻ ദ 4th semester we will be concentrating more on time series data. ടൈം സീരീസ് ഡാറ്റയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഒരു ടൈം സീരീസ് ഡാറ്റ നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ടൈം സീരീസ് ഡാറ്റയാണ്. ഇവിടെ ആക്ച്വലി ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൾസോ ആസ് പൂൾഡ് ഡാറ്റ. GDP, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം, പെർ ക്യാപിറ്റ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, പ്രോഫിറ്റ്, ഡിവിഡൻഡ്. ഈ 5 വേരിയബിൾസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 5 വേരിയബിൾസ്: GDP, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം, പെർ ക്യാപിറ്റ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, പ്രോഫിറ്റ്സ് ആൻഡ് ഡിവിഡൻഡ്സ്. ഇത് 1970 തുടങ്ങിയിട്ട് ഫസ്റ്റ് ക്വാർട്ടർ തുടങ്ങി 1991 4th ക്വാർട്ടർ വരെയുള്ള ഒരു US ഡാറ്റയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ മാക്രോ എക്കണോമിക് ഡാറ്റയാണ് കാണിച്ചിരിക്കുന്നത്. സി, നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ടൈം സീരീസ് ഡാറ്റ. കാരണം എന്താണ്? ഇറ്റ് ഈസ് അറേഞ്ച്ഡ് ക്രൊണോളജിക്കലി. അത് ഒരു ക്രൊണോളജിക്കൽ ഓർഡറിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതൊരു പൂൾഡ് ഡാറ്റയാണ്. കാരണം നമുക്ക് ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് ഉണ്ട്, 5 വേരിയബിൾസ് ഉണ്ട്. നമ്മൾ ഈ ഒരു വർഷം മാത്രം നോക്കിയായിരുന്നെങ്കിൽ ഇത് എന്താകുമായിരുന്നു? 1971 മാത്രമാണ് നമ്മൾ നോക്കിയിരുന്നതെങ്കിൽ 1971 മാത്രമാണ് നമ്മൾ നോക്കിയിരുന്നതെങ്കിൽ, അതായത് ഈ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ നോക്കിയിരുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അത് ക്രോസ് സെക്ഷണൽ ഡാറ്റയാണ്. 1970 ഫസ്റ്റ് ക്വാർട്ടറിലെ GDPയും PDIയും PCയും പ്രോഫിറ്റും ഡിവിഡൻഡും മാത്രമാണ് നമ്മൾ നോക്കിയിരുന്നതെങ്കിൽ ഇറ്റ് ഈസ് ക്രോസ് സെക്ഷണൽ ഡാറ്റ. ബട്ട് സി, നമ്മൾ 1971 ഫസ്റ്റ് ക്വാർട്ടർ തുടങ്ങിയിട്ട് 1991 4th ക്വാർട്ടർ വരെയുള്ള ഡാറ്റയുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് എ പൂൾഡ് ഡാറ്റ. സെയിം കൺട്രിയുടെയാണ്. സോ ഇറ്റ് ക്യാൻ ബി ഓൾസോ കൺസിഡേർഡ് ആസ് പാനൽ ഡാറ്റ. നമുക്ക് ഞാൻ ഈ ഡാറ്റയെ, ടൈം സീരീസ് ഡാറ്റയെ നമ്മളൊന്ന് പ്ലോട്ട് ചെയ്യാനായിട്ട് നമുക്കൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. പ്ലോട്ട് ചെയ്യാന്ന് പറയുന്നത് നമ്മളൊരു ഗ്രാഫിലേക്ക് കൊണ്ടുവരികയാണ്. സി, ഇതാണ് ഡാറ്റ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നെന്ന് പ്രതീക്ഷിക്കുന്നു. GDP, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം, പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആൻഡ് പ്രോഫിറ്റ്സ്, കോർപ്പറേറ്റ് പ്രോഫിറ്റ്സ് ആഫ്റ്റർ ടാക്സ്, ദെൻ ഡിവിഡൻഡ്. ഞാനിതിൽ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇതിനെ പ്ലോട്ട് ചെയ്തിരിക്കുന്നതാണ്. 1970 തുടങ്ങിയിട്ട് 1991 വരെ ഇതിനെ പ്ലോട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇവിടെ ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം തന്നെ ഈ ഡാറ്റ ഒന്ന് സെലക്ട് ചെയ്തിട്ട് 3 കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഡിസ്പ്ലേ വാല്യൂസ് അടിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഡാറ്റ. ഇത് 3 വേരിയബിൾസ് മാത്രമേ ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്തുള്ളൂ: GDP, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം, പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. സി, 1971 ക്വാർട്ടർ തുടങ്ങിയിട്ട് 1991 4th ക്വാർട്ടർ വരെയുള്ള ഡാറ്റയാണ്. ഏകദേശം 88 പീരീഡ് ആണ് അതിൻ്റെ അകത്തുള്ളത്. ഇറ്റ് ഈസ് എ ക്വാർട്ടർലി ഡാറ്റ. നമുക്ക് ടൈം സീരീസ് ഡാറ്റ എന്ന് പറയുന്നത് അവർലി ഡാറ്റ ആവും. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ ആണെങ്കിൽ നമുക്ക് അവർലി ഡാറ്റ ഉണ്ടാവും. അതേപോലെ തന്നെ ഡെയിലി ഡാറ്റ ഉണ്ട്, നമുക്ക് വീക്ക്ലി ഉണ്ട്, മന്ത്ലി ഉണ്ട്, ദെൻ ക്വാർട്ടർലി ഉണ്ട്, ഹാഫ് ഇയർലി ഉണ്ട്, ആനുവലി ഉണ്ട്, ദെൻ നമുക്ക് ക്വിൻക്വിനലി ഉണ്ട്, ഡെസിനലി ഉണ്ട്. അങ്ങനെ ഒരുപാട് ടൈപ്സ് ഓഫ് ഡാറ്റ ഉണ്ട് നമുക്ക്. അതിൻ്റെ ആ പീരീഡിന്റെ ഇന്റർവെല്ലനുസരിച്ചാണ് ഡാറ്റയുടെ നേച്ചർ മാറിക്കൊണ്ടിരിക്കുന്നത്. 1 hour ആവാം, 1 week ആവാം, 1 day ആവാം, 1 week ആവാം. സോ വാട്ട് ഈസ് ദ ഇന്റർവെൽ പീരീഡ്? ഹിയർ ദ ഇന്റർവെൽ പീരീഡ് ഈസ് ക്വാർട്ടർ. 3 മാസമാണ് ഇന്റർവെൽ പീരീഡ് എന്ന് പറയുന്നത്. ഒരു വർഷത്തിലെ
4 ക്വാർട്ടറാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളതിനെ കാണിച്ചിരിക്കുന്നത്. സോ ലെറ്റ്സ് അതിനെ ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ അത് ആ 3 കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഒന്ന് സെലക്ട് ചെയ്യുന്നത്: GDP, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം, പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. സോ ഞാൻ അതിനെ ടൈം സീരീസ് പ്ലോട്ട് ആയിട്ട് ഒന്ന് പ്ലോട്ട് ചെയ്യാം. ടൈം സീരീസ് പ്ലോട്ട് ഇതാണ് GDP. റെഡ് ലൈൻ ആണ്, റെഡ് ആണ് GDP, ബ്ലൂ ആണ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം, പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. സി, നമുക്ക് അതിന്റെ റിലേഷൻ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം GDP-നേക്കാൾ കുറവാണ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകത്തിന്റെ ഒരു കമ്പോണന്റ് മാത്രമാണ് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. ബാക്കിയുള്ളത് സേവിങ് ആയിരിക്കും. സോ ഗ്രീൻ ലൈൻ എന്ന് പറയുന്നതാണ് ഏറ്റവും താഴെ കിടക്കുന്നത്. അത് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ്. പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്നത്. സോ നമ്മൾ ഇവിടെ നോക്കിയാൽ ടൈം സീരീസ് ഡാറ്റ യൂഷ്വലി ഒരു ട്രെൻഡ് കാണിക്കാൻ സാധ്യതയുണ്ട്. ഇൻ ജനറൽ ഇത് അപ്വേർഡ് ട്രെൻഡാണ് കാണിച്ചിരിക്കുന്നത്. അതായത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് GDP-യും പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകവും പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറും ഓവർ ദി ഇയേഴ്സ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Can we use this data for forecasting, for analysis? ഈ ഡാറ്റ നമുക്ക് അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും, തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ആദ്യത്തെ നമ്മുടെ മുമ്പിലുള്ള ക്വസ്റ്റ്യൻ, ഈ ഡാറ്റ സ്റ്റേഷനറി ആണോ അല്ലയോ? നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ടൈം സീരീസ് ഡാറ്റയുടെ അനാലിസിസിൽ ദ ഫസ്റ്റ് തിങ് വി ഹാവ് ടു മേക്ക് ഷുവർ ഈസ് ദാറ്റ് വെദർ ദാറ്റ് ഡാറ്റ, that time series is stationary or not. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് ആ ഡയഗ്രാം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി പ്രോഫിറ്റിന്റെയും ഡിവിഡൻഡിന്റെയും ഒന്ന് ഹോൾഡ് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു വന്നത് ഇത് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലെറ്റ്സ് ഓൾസോ പ്ലോട്ട് ദാറ്റ്. നമുക്ക് അതും കൂടി ഒന്ന് പ്ലോട്ട് ചെയ്തേക്കാം. അതായത് പ്രോഫിറ്റ്, ഡിവിഡൻഡ്. നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ടൈം സീരീസ് പ്ലോട്ട്. ഒരു ഗ്രാഫിൽ തന്നെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നു. സോ സി, ഇതാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയ ടൈം സീരീസിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഈ പ്രോഫിറ്റിന്റെയും ഡിവിഡൻഡിന്റെയും കാര്യത്തിൽ ഒരു കാര്യം നമുക്ക് ക്ലിയർ ആണ്. സി, lots of fluctuations are there in profits, but still the underlying trend is increasing. ഇൻക്രീസിങ് ട്രെൻഡ് തന്നെയാണ്, പക്ഷേ പ്രോഫിറ്റിൽ ഒരുപാട് ഫ്ലക്ച്വേഷൻസ് ഉണ്ട്. അതേസമയം ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഫ്ലക്ച്വേഷൻസ് വളരെ കുറവാണ്. ആ ഇൻക്രീസിങ് ട്രെൻഡ് തന്നെയാണ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് അതിനെ വിലയിരുത്താനായിട്ട് പറ്റുക. ഓക്കെ, സോ അത് തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്, പ്രോഫിറ്റ്സ്, ഡിവിഡൻഡ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള അണ്ടർലൈങ് ആയിട്ടുള്ള ഈ ഒരു ടൈം സീരീസ് ഡാറ്റയുടെ അകത്ത്, ടൈം സീരീസിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു അണ്ടർലൈങ് ആയിട്ടുള്ള സ്റ്റോക്കാസ്റ്റിക് പ്രോസസ് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ഡാറ്റ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫോർകാസ്റ്റിങ്ങിന് ഉപയോഗിക്കാൻ പറ്റും, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അനാലിസിസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. സോ അതാണ് നമ്മുടെ ഈ ഒരു സെമ്മിൻ്റെ തന്നെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഹൗ ടു ഡീൽ വിത്ത് ടൈം സീരീസ് ഡാറ്റ. ആൻഡ് മോസ്റ്റ് ഓഫ് ദ സെക്കൻഡറി ഡാറ്റാസ് ആർ
ടൈം സീരീസ് ഡാറ്റ. നമ്മൾ എക്സ്പെരിമെന്റൽ ഡാറ്റ, അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പ്രൊജക്റ്റിന് വേണ്ടി കളക്ട് ചെയ്ത ഡാറ്റ, നിങ്ങളിപ്പോൾ പ്രൊജക്റ്റിന് വേണ്ടി ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ that will be cross sectional most, because if you are collecting the primary data through Google Forms or anything, you are through questionnaire, it is primary data, and in primary data are basically cross sectional data. One second. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു വരുന്നത് വി ആർ ഡീലിംഗ് വിത്ത് ടൈം സീരീസ് ഡാറ്റ. ആൻഡ് ടൈം സീരീസ് ഡാറ്റ ഡീൽ ചെയ്യാൻ നേരത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ ടേമുകളും കുറേ ബേസിക് കൺസെപ്റ്റുകളും ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് ആ തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ ഒന്നാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് സ്റ്റോക്കാസ്റ്റിക് പ്രോസസ്. രണ്ടാമത് നമ്മൾ സ്റ്റേഷനാരിറ്റി പ്രോസസ്, പ്യുവർലി റാൻഡം പ്രോസസ്, നോൺ സ്റ്റേഷനാരിറ്റി പ്രോസസ്, ഇന്റഗ്രേറ്റഡ് വേരിയബിൾ, റാൻഡം വാക്ക് മോഡൽസ്, കോ ഇന്റഗ്രേഷൻ, ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് സ്റ്റോക്കാസ്റ്റിക് ട്രെൻഡ്, യൂണിറ്റ് റൂട്ട് ടെസ്റ്റ്. ഇത്തരത്തിലുള്ള കുറേ ടേമുകൾ, ഇതൊന്നും നമ്മൾ കഴിഞ്ഞ ക്രോസ് സെക്ഷണൽ ഡാറ്റ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ടേമുകളൊന്നും നമുക്ക് പരിചിതമായിരുന്നില്ല. നമ്മൾ വേറെ തികച്ചും വ്യത്യസ്തമായ വേറെ തരത്തിലുള്ള ടേംസുകളാണ് ഉപയോഗിച്ചത്. പക്ഷെ ഇവിടെ നമ്മൾ ടൈം സീരീസ് ഡാറ്റ പഠിക്കാൻ നേരത്ത് വി വിൽ ഫസ്റ്റ് ലുക്ക് അറ്റ് ദ സ്റ്റേഷനാരിറ്റി. അതിന് മുൻപ് എന്താണ് ഒരു സ്റ്റോക്കാസ്റ്റിക് പ്രോസസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വാട്ട് ഈസ് സ്റ്റോക്കാസ്റ്റിക് പ്രോസസ്? സോ അതാണ് ഫസ്റ്റത്തെ നമ്മുടെ കാര്യം. നമ്മൾ ഇത് പഠിച്ചതായിരുന്നു എങ്കിൽ ഞാൻ ഒന്നുകൂടി പറയുകയാണ്. സ്റ്റോക്കാസ്റ്റിക് പ്രോസസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് റാൻഡം വേരിയബിൾസ് ഓർഡേർഡ് ഇൻ ടൈം. നമ്മളിപ്പോൾ കണ്ടത് ഒരു സ്റ്റോക്കാസ്റ്റിക് പ്രോസസ്സാണ്. സി, ഇതൊരു സ്റ്റോക്കാസ്റ്റിക് പ്രോസസ്സാണ്. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് റാൻഡം വേരിയബിൾസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം.
or it is ordered in time. എന്തൊക്കെയാണ് ഇവിടുത്തെ റാൻഡം വേരിയബിൾസ്? GDP, personal disposable income, personal consumption expenditure, profit, dividend. All these variables are random variables. It can take any values. എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് റാൻഡം വേരിയബിൾ എന്ന് വിളിക്കുന്നത്? It is not a fixed value. It can take any value in any quarter. ഏത് പീരീഡിൽ ഏത് വാല്യൂ വേണമെങ്കിലും അതിന് ആവാൻ പറ്റും. So we are not specifically know which value will be it in a particular period until it is realized. അത് റിയലൈസ്ഡ് ആവുന്നത് വരെ നമുക്ക് എന്താണ് അതിന്റെ വാല്യൂ എന്ന് നമുക്ക് അറിയില്ല. ഇപ്പൊ ഇവിടെ 1970 ഫസ്റ്റ് ക്വാർട്ടർ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്ന വിചാരിക്കുന്നു. 1970 ഫസ്റ്റ് ക്വാർട്ടർ ഇത് it is measured in billion. It is measured in $1,000 I think. Okay. In the measurement scale, let's leave it. Let's take it as million. Okay. 2,872.8. ഇതാണ് അതിന്റെ വാല്യൂ. GDP-യുടെ 1970 ഫസ്റ്റ് ക്വാർട്ടറിലെ വാല്യൂ ആണ് 2872.8. It could have been any other value based on the prevailing socio-economic political condition of US at that period. US-ന്റെ ആ സമയത്തെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഏത് വാല്യൂ വേണമെങ്കിലും ആവാമായിരുന്നു. പക്ഷെ അതിന്റെ റിയലൈസേഷൻ എന്താണ് അതിന്റെ റിയലൈസ്ഡ് വാല്യൂ എന്ന് പറയുന്നത്? റിയലൈസ്ഡ് വാല്യൂ എന്ന് പറയുന്നത് 2872.8 ആണ്. സോ സ്റ്റോക്കാസ്റ്റിക് പ്രോസസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, എ കളക്ഷൻ ഓഫ് റാൻഡം വേരിയബിൾസ്. ഇവിടെ നമുക്ക് എ കളക്ഷൻ ഓഫ് റാൻഡം വേരിയബിൾസ് കാണാം. GDP, PDI, PC, പ്രോഫിറ്റ്. ഇവിടെ എ കളക്ഷൻ ഓഫ് റാൻഡം വേരിയബിൾസ് ഓർഡേർഡ് ഇൻ ടൈം. ഇത് ഓർഡേർഡ് ഇൻ ടൈം ആണ്. 1970 ഫസ്റ്റ് ക്വാർട്ടറിന് ശേഷം നമ്മൾ പിന്നെ 83 ഫസ്റ്റ് ക്വാർട്ടറിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ 70 സെക്കൻഡ് ക്വാർട്ടർ, 70 തേർഡ് ക്വാർട്ടർ, 70 ഫോർത്ത് ക്വാർട്ടർ, പിന്നെ 71 ഫസ്റ്റ് ക്വാർട്ടർ, 71 സെക്കൻഡ് ക്വാർട്ടർ. there is a chronological arrangement or they are ordered in time. So a stochastic process is a collection of random variables ordered in time. That's all. ഇപ്പൊ എന്താണ് സ്റ്റോക്കാസ്റ്റിക് പ്രോസസ്? ഒന്ന് എഴുതി വെക്കാതെന്ന്. എന്താണ് സ്റ്റോക്കാസ്റ്റിക് പ്രോസസ്? സ്റ്റോക്കാസ്റ്റിക് പ്രോസസ് is a collection of random variables ordered in time. ഇനി സ്റ്റോക്കാസ്റ്റിക് എഴുതിയോ? ഇവിടുത്തെ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി GDP, it can be PDI, anything. If they are ordered in time, then we call it stochastic process. ഇനി ഈ സ്റ്റോക്കാസ്റ്റിക് പ്രോസസ്സിനെ നമ്മൾ ക്രോസ് സെക്ഷണൽ ഡാറ്റ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ച ക്രോസ് സെക്ഷണൽ ഡാറ്റയുടെയൊക്കെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് സെയിം ആസ് പോപ്പുലേഷൻ. നമ്മൾ പോപ്പുലേഷൻ സാമ്പിൾ എന്നുള്ള 2 വാക്ക് പഠിച്ചു. പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് അതിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാവുന്ന എല്ലാ ഫാക്ടേഴ്സിനെയും നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് പോപ്പുലേഷൻ. ഇപ്പൊ നമ്മൾ കേരളത്തിലെ PG വിദ്യാർത്ഥികളുടെ മാർക്ക് അവരുടെ നമ്പർ ഓഫ് അവേഴ്സ് ഓഫ് സ്റ്റഡിയും തമ്മിലുള്ള റിലേഷനാണ് പഠിക്കുന്നതെങ്കിൽ കേരളത്തിലുള്ള എല്ലാ PG വിദ്യാർത്ഥികളും ആ പോപ്പുലേഷൻ്റെ അകത്ത് ഭാഗമാണ്. ആ പോപ്പുലേഷൻ വളരെ ലാർജാണ്. നമുക്ക് ആ പോപ്പുലേഷൻ മുഴുവൻ സ്റ്റഡി ചെയ്യാൻ പറ്റില്ല. സോ വി ടേക്ക് എ സാമ്പിൾ ഓഫ് 50 സ്റ്റുഡൻസ്, 50 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ സാമ്പിളായിട്ട് PG സ്റ്റുഡൻസിൻ്റെ ഒരു 50 പേര് നമ്മൾ പഠിക്കാം. സോ ദാറ്റ് 50 ഈസ് എ സാമ്പിൾ. അത് നമ്മൾ ക്രോസ് സെക്ഷണൽ ഡാറ്റയിൽ പറയുന്ന പോലെ ഇവിടെ ഈ സ്റ്റോക്കാസ്റ്റിക് പ്രോസസ് എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഡാറ്റയിലെ പോപ്പുലേഷൻ പോലെയും അതിന്റെ റിയലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? റിയലൈസേഷൻ, ഈ വാല്യൂസിനെയാണ് നമ്മൾ റിയലൈസേഷൻ എന്ന് വിളിക്കുന്നത്.
ഇതാണ് ആക്ച്വൽ വാല്യൂസ്. ആ സംഭവത്ത് ആക്ച്വലി റിയലൈസ് ചെയ്യപ്പെട്ട സംഭവിച്ച വാല്യൂസിനെയാണ് നമ്മൾ റിയലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ആ റിയലൈസ്ഡ് വാല്യൂസിനെ നമ്മൾ വിളിക്കുന്നത് ക്രോസ് സെക്ഷണൽ ഡാറ്റയിലെ സാമ്പിളിന് തത്തുല്യമാണ്. സ്റ്റോക്കാസ്റ്റിക് പ്രോസസ് എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഡാറ്റയിൽ നമ്മൾ പഠിച്ച പോപ്പുലേഷന് തത്തുല്യമാണ്. റിയലൈസേഷൻ എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഡാറ്റയിൽ നമ്മൾ പഠിച്ച സാമ്പിളിന് തത്തുല്യമാണ്. സോ ദിസ് ഈസ് realization and this is our sample. It could have been any number, but we received some realized values, so that is realization. അപ്പോൾ എന്താണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്? അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഡാറ്റയിൽ നമ്മൾ പോപ്പുലേഷൻ എന്ന് ഉപയോഗിച്ച പദത്തിന് തത്തുല്യമാണ് ഇവിടത്തെ stochastic process. So this stochastic process is same as population in closed section data, and realization is same as sample in closed section data analysis. അപ്പോൾ എന്താണ് stochastic process എന്ന് മനസ്സിലായി? ക്ലിയർ അല്ലേ? Now we have to see whether this stochastic process is stationary or non-stationary. ഇപ്പൊ എന്താണ് നമ്മുടെ സ്റ്റോക്കാസ്റ്റിക് പ്രോസസ്? ഇപ്പൊ ഞാൻ ഈ വാല്യൂസിനെ മുഴുവൻ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സ്റ്റോക്കാസ്റ്റിക് പ്രോസസ്. ഇത് റിയലൈസേഷൻ ആണ്, നമുക്കറിയാം റിയലൈസ്ഡ് വാല്യൂസ് ആണ്. ഇതിൽ അണ്ടർലൈൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാസ്റ്റിക് പ്രോസസ് ഉണ്ട്. ആ സ്റ്റോക്കാസ്റ്റിക് പ്രോസസ്സിനെയാണ് നമ്മൾ, അതായത് ഈ വാല്യൂസിൽ അണ്ടർലൈൻഡ് ആയിട്ടുള്ള അണ്ടർലൈയിങ് ആയിട്ടുള്ള അതിൻ്റെ അകത്ത് അന്തർധാരയിൽ ഒരു സ്റ്റോക്കാസ്റ്റിക് പ്രോസസ് ഉണ്ട്. സോ ആ സ്റ്റോക്കാസ്റ്റിക് പ്രോസസ് ഇതിൽ അന്തർലീനമായിട്ടുള്ള ആ ഒരു സ്റ്റോക്കാസ്റ്റിക് പ്രോസസ്, വെദർ ഇറ്റ് ഈസ് സ്റ്റേഷനറി ഓർ നോട്ട്. സോ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ദാറ്റ് വി സ്റ്റഡി ഈസ് സ്റ്റേഷനാരിറ്റി or stationary stochastic process. ഇനി എന്താണ് ഒരു സ്റ്റേഷനറി സ്റ്റോക്കാസ്റ്റിക് പ്രോസസ്? നമ്മൾ ഇതും പഠിച്ചതാണ്. എങ്കിലും ഒരു സ്റ്റോക്കാസ്റ്റിക് പ്രോസസ് സ്റ്റേഷനറി ആണെന്ന് വിളിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മീനും വേരിയൻസും കോവേരിയൻസും ടൈം ഇൻവേരിയൻ്റ് ആയിരിക്കുമ്പോഴാണ്. പ്ലീസ് നോട്ട് ദ പോയിന്റ്. A stochastic process is stationary when its mean, variance and covariance are time invariant. Time invariant എന്ന് പറയുന്നത് ടൈം അനുസരിച്ച് മാറാത്തതാണ് ടൈം ഇൻവേരിയന്റ് എന്ന് പറയുന്നത്. ടൈം വേരിയന്റ് എന്ന് പറയുന്നത് എന്താണ്? ടൈമിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. ടൈം ഇൻവേരിയന്റ് എന്ന് പറയുന്നത് സമയം മാറിയാലും ഇവയ്ക്ക് മാറ്റമില്ല. സോ എന്താണ് ഇവിടെ മീൻ എന്ന് പറയുന്നത്? മീൻ നമുക്ക് ഓൾറെഡി നമ്മൾ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് YT. ഈ YT എന്ന് പറയുന്നത് ഇത് GDP ആവാം, പെർ ക്യാപിറ്റ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആവാം, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം ആവാം, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. സോ YT എന്ന് പറയുന്നത് ഇവിടെ YT എന്ന് പറയുന്നത് സപ്പോസ് നമ്മൾ YT ആയിട്ട് എടുക്കുന്നത് GDP ആണെന്ന് വിചാരിക്കാം. YT എന്ന് പറയുന്നത് ഇസ് GDP. Then that GDP to be stationary, ആ ടൈംസ് GDPയുടെ ടൈം സീരീസ് എന്ന് പറയുന്നത് എന്താണ്? ഈ കാണുന്ന കോളമാണ് GDPയുടെ ടൈം സീരീസ്. ഇഫ് ദാറ്റ് GDP ടൈം സീരീസ് ടു ബി സ്റ്റേഷനറി, 3 കണ്ടീഷൻസ് ഉണ്ട്. എന്താണ് അതിന്റെ കണ്ടീഷൻ? ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് expected value of GDP or YT. ഞാൻ YT തന്നെ എഴുതിയാണ്, കാരണം ടെക്സ്റ്റ് ബുക്കിൽ YT ആണ് എടുക്കുന്നത്. സോ YT can be any variable is equal to എന്താണ്? mu. This mu is mean, population mean. നമുക്ക് population mean എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. അതിന് തുല്യമാണ്. നമുക്ക് ഇവിടെ നമ്മൾ കാണുന്ന മീൻ എന്ന് പറയുന്നത് അത് സാമ്പിൾ മീനാണ്. ദിസ് ഈസ്
നമ്മൾ ഇതിന്റെ മുഴുവൻ മീൻ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് സാമ്പിൾ മീൻ. സോ വാട്ട് ഇറ്റ് മീൻസ് ഇസ് ദാറ്റ് ആ സ്റ്റോക്കാസ്റ്റിക് പ്രോസസ്സിന്റെ മീൻ that we may not be actually knowing, but that is constant. ഏത് പോയിന്റ് എടുത്താലും നമുക്ക് അതിനെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ആ ഒരു മീനിലേക്ക് വരണം. സോ ദാറ്റ് ഈസ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് y t ഈസ് ഈക്വൽ ടു mu. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് വേരിയൻസ് ആണ്. വേരിയൻസ് എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് y t എന്ന് പറയുന്നത്, ഇത് നിങ്ങൾ എഴുതിയെടുക്കണം. വേരിയൻസ് ഓഫ് y t, ഈ മൂന്ന് കണ്ടീഷനാണ്. എന്താണ് വേരിയൻസ് ഓഫ് y t എന്ന് പറയുന്നത്? വേരിയൻസ് ഓഫ് y t എന്ന് പറയുന്നത് ശരിക്കും സിഗ്മ y t മൈനസ് mu ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n ആണ് വേരിയൻസ്. എന്താണ് വേരിയൻസ്? വേരിയൻസ് എന്ന് പറയുന്നത് ഓരോ റിയലൈസ്ഡ്, ഓരോ y t, ഓരോ GDPയുടെ വാല്യൂ അതിന്റെ മീനിൽ നിന്നുള്ള ഡീവിയേഷൻസിന്റെ സ്ക്വയർ. ഓരോ വാല്യൂവും അതിന്റെ തന്നെ മീനിൽ നിന്നുള്ള ഡീവിയേഷൻസിന്റെ സ്ക്വയർ, അതിന്റെ സമ്മിനെ നമ്മൾ ടോട്ടൽ നമ്പർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ വേരിയൻസ്. നമ്മൾ ഇതിനെ സ്ക്വയർ ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ y t മൈനസ് mu ആ ഡീവിയേഷൻസിന്റെ സം എപ്പോഴും 0 ആയിരിക്കും. സോ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ സ്ക്വയർ ചെയ്യുകയും then we divide it by n, the size. So we get the variance. ആ വേരിയൻസ് എന്തായിരിക്കണം? That variance also should be sigma square. So sigma square should be constant. രണ്ടാമത്തെ കണ്ടീഷൻ, വേരിയൻസ് should be constant. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് കോവേരിയൻസ് ബിറ്റ്വീൻ y t ആൻഡ് y t plus k. y t plus k എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ലാഗിന് ശേഷമുള്ള. അപ്പോൾ ഇവിടെ ഇതെടുക്കുകയാണെങ്കിൽ സപ്പോസ് 1970 ഫസ്റ്റ് ക്വാർട്ടർ, അത് കഴിഞ്ഞിട്ട് ഞാൻ 1971 ഫസ്റ്റ് ക്വാർട്ടർ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ k എന്ന് പറയുന്നത് 4 ലാഗാണ്. 1 കഴിഞ്ഞതിന് ശേഷം പിന്നെ 71 2 എടുക്കാം. 71 2 എടുക്കുകയാണെങ്കിൽ 2 3 4 1 4 ലാഗിന് ശേഷമാണ്. സോ k ഈസ് ദ ലാഗ് പീരീഡ്. എത്രത്തോളം ലാഗാണ് സംഭവിച്ചത്. അപ്പൊ ഇവിടെ കോവേരിയൻസ് എന്ന് പറയുന്നത് ദിസ് ഈസ് ഗാമ k. k is the lag. Gamma k is equal to c. It is expected value. ഞാൻ സിഗ്മ ഇടുകയാണെങ്കിൽ ഡിവൈഡഡ് ബൈ n ഇടണം. That is y t minus mu into y t plus k. k പീരീഡ് ആണ് ലാഗ് എന്ന് പറയുന്നത്. മൈനസ് mu ഡിവൈഡഡ് ബൈ n. അതല്ലെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് y t minus mu into y t plus k minus mu. So this is the covariance. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം? ഓട്ടോ കോവേരിയൻസ് എന്ന് വിളിക്കാം. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ y t അതിന്റെ തന്നെ ലാഗ് പീരീഡിനെ വെച്ചിട്ടാണ്, വേറെ വേരിയബിൾസ് എല്ലാം നോക്കുന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് സെയിം ആസ് ഓട്ടോ കോവേരിയൻസ്. നമുക്ക് ഇതിനെ ഓട്ടോ കോവേരിയൻസ് എന്ന് വിളിക്കാം. ഈ ഗാമ കെ. ദിസ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ഓൺലി ദ കെ. ഇത് കെനെ മാത്രം ബേസ് ചെയ്യണം. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പോൾ ഈ ഒരു പീരീഡ് നോക്കാം. 1971 കഴിഞ്ഞിട്ട് നമ്മൾ 1971 ഫസ്റ്റ് ക്വാർട്ടർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ 3 ലാഗാണുള്ളത്. ആ ലാഗിനെ ബേസ് ചെയ്തിട്ടാണ് അതിന്റെ കോവേരിയൻസിന്റെ വാല്യൂ ഇരിക്കുന്നത്. 4 ലാഗ് ആണെങ്കിൽ ഏതായിരിക്കും എടുക്കാം? 1971 തുടങ്ങിയിട്ട് 1971 2 ആയിരിക്കും എടുക്കുക. അതിന്റെ ഇടയിൽ 4 ലാഗ് വന്നു. അപ്പോൾ കോവേരിയൻസിന്റെ വാല്യൂ മാറും. പക്ഷെ കെയിനെ ബേസ് ചെയ്തിട്ട് കോവേരിയൻസിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. എത്ര ആണ് ലാഗ് എന്ന് നോക്കി. ഇപ്പോൾ 10 ലാഗ് ആണെങ്കിൽ നമ്മൾ 1ന് ശേഷം പിന്നെ 10 പീരീഡിന് ശേഷമാണ് അടുത്ത വാല്യൂ എടുക്കുന്നത്. അപ്പൊ നമുക്ക് 10 ലാഗാണ് അതിന്റെ ഇടയിലുള്ളത്. അപ്പൊ ആ ലാഗാണ് അതിന്റെ വാല്യൂ തീരുമാനിക്കുന്നത്, നോട്ട് ദ ടൈം. ഏത് ടൈമാണ് ഓട്ടോ കോവേരിയൻസിന് വേണ്ടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അതിന്റെ വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ, എന്താണ് അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 1971 ഫസ്റ്റ് ക്വാർട്ടറിന് ശേഷം ഞാനൊരു 10 ലാഗിന് ശേഷം അടുത്ത വാല്യൂ എടുത്തു. എന്നിട്ട് അതിന്റെ ഇടയിലുള്ള ഓട്ടോ കോവേരിയൻസ് നോക്കി അല്ലെങ്കിൽ കോവേരിയൻസ് നോക്കി. അപ്പൊ ഒരു വാല്യൂ കിട്ടിയെന്ന് വിചാരിക്കാം. അതിനുശേഷം ഞാൻ 1980 എടുത്തു. 1980 ഫസ്റ്റ് ക്വാർട്ടർ എടുത്തു. പിന്നെ ഒരു 10 ലാഗിന് ശേഷം 1991 ഫസ്റ്റ് ക്വാർട്ടർ എടുത്തു. അതിന്റെ ഇടയിലുള്ള ഓട്ടോ കോവേരിയൻസ് നോക്കി. ഈ രണ്ട് പീരീഡിന്റെയും ലാഗ് സെയിം ആയതുകൊണ്ട് രണ്ടിന്റെയും ഓട്ടോ കോവേരിയൻസ് സെയിം വാല്യൂ ആയിരിക്കും, സ്റ്റേഷനറി ആവണമെന്നുണ്ടെങ്കിൽ. അതേസമയം സമയത്തിനനുസരിച്ച് ഞാൻ 1991 എന്നുള്ള സമയത്ത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അത് ഡിഫറെന്റ് ആണെങ്കിൽ 1980 എന്നുള്ള സമയത്ത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അതിന്റെ വാല്യൂയിൽ നിന്ന് ഡിഫറെന്റ് ആണ് 1991 ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ എങ്കിൽ, അതായത് ലാഗ് സെയിം ആണ്. ലാഗ് ആദ്യത്തേലും 10 രണ്ടാമത്തേലും 10. പക്ഷേ ഞാൻ 1991 കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോവേരിയൻസ് ആണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ ദെൻ ദാറ്റ് ഈസ് നോൺ സ്റ്റേഷനറി. ഏത് ടൈമിൽ കാൽക്കുലേറ്റ് ചെയ്തു എന്നല്ല, മറിച്ച് ലാഗ് ആണ് ഓട്ടോ കോവേരിയൻസിന്റെ വാല്യൂ തീരുമാനിക്കുന്ന. ആ ലാഗ് അനുസരിച്ച് മാത്രം ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ലാഗിൽ നമ്മൾ ഡിഫറെന്റ് ഓട്ടോ കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ദാറ്റ് ഷുഡ് ബി കോൺസ്റ്റന്റ്. ആ വാല്യൂ സെയിം ആയിരിക്കും. അപ്പൊ 3 കണ്ടീഷൻസ് ആണ് നമുക്ക് സ്റ്റേഷനറിക്ക് പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത്. ഈ 3 കണ്ടീഷൻസ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് വീക്ക് സ്റ്റേഷനാരിറ്റി. വീക്ക് സ്റ്റേഷനാരിറ്റി. ഓർ വീക്ക്ലി സ്റ്റേഷനറി. ഇത് വീക്ക്ലി സ്റ്റേഷനറിയാണ്. വീക്ക് എന്ന് പറയുന്നത് കുറച്ച് ദുർബലമാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3 കണ്ടീഷൻസ് മാത്രമേ നോക്കുന്നുള്ളൂ. അതേസമയം സ്ട്രോങ് സ്റ്റേഷനാരിറ്റി നമുക്ക് പഠിക്കാനില്ല എങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക. സ്ട്രോങ് സ്റ്റേഷനാരിറ്റി എന്ന് പറയുന്നത് വേറെ നമ്മൾ സ്ക്യൂനെസ്സും കർട്ടോസിസും ആ ഡിഫറെന്റ് ടൈം പീരീഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഷുഡ് ബി കോൺസ്റ്റന്റ്. ഇവിടെ മീൻ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തരാം. എന്തുകൊണ്ട് വൈ വി നീഡ് ദിസ് ടൈം സീരീസ് ടു ബി സ്റ്റേഷനറി. എന്തുകൊണ്ട് അത് ടൈം സീരീസ് സ്റ്റേഷനറി ആവണം? നമുക്ക് ഇവിടുത്തെ ഒറിജിൻ നോക്കാം. ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് 1970 ഫസ്റ്റ് ക്വാർട്ടർ ആണ് ഇതിന്റെ ഒറിജിൻ. സോ നമുക്ക് ഒറിജിൻ നോക്കുകയാണെങ്കിൽ, ഈ ഡാറ്റയുടെ ഒറിജിൻ നോക്കുകയാണെങ്കിൽ 1970 ക്വാർട്ടർ 1. ദെൻ അതിന്റെ എൻഡിങ് എവിടെയാണ്? എൻഡിങ് എന്ന് പറഞ്ഞാൽ 1991 ഫോർത്ത് ക്വാർട്ടർ ആണ്. അതായത് 88 നമ്പർ ആണ്. ഇതിന്റെ എൻ എന്ന് പറയുന്നത് 88 ആണ്. 1991 ഫോർത്ത് ക്വാർട്ടർ ആണ്. സോ ദിസ് ഈസ് 88. Suppose we change the origin. അപ്പോൾ 1971 1991 4 ഇടയിൽ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് YT, GDP ആണ് നമ്മൾ നോക്കുന്നത്. GDP ആണ് നമ്മുടെ YT എന്ന് പറയുന്നത്. സോ GDPയുടെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മീൻ ഉണ്ടാവും. കോൺസ്റ്റന്റ് മീൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പോപ്പുലേഷൻ മീൻ. അതൊരു സ്റ്റോക്കാസ്റ്റിക് പ്രോസസ്സിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഒരു മീനുണ്ട്. ദെൻ അതിനൊരു വേരിയൻസ് ഉണ്ട്. ദെൻ ഓട്ടോ കോവേരിയൻസ് ഉണ്ട്, ഒരു കോവേരിയൻസ് ഉണ്ട്. ഈ 2 ടൈം പീരീഡിന്റെ ഇടയിൽ ഒരു ഇത് 88 ലാഗിന്റെ ആണ്. സോ
അതിൻ്റെ ഇടയിൽ ഒരു കോവേരിയൻസ്. നമുക്ക് ഒറിജിൻ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കാം. ഒറിജിൻ ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ന്യൂ ഒറിജിൻ എന്ന് പറയുന്നത് സപ്പോസ് 1975 ഫസ്റ്റ് ക്വാർട്ടർ. അപ്പൊ നമ്മൾ ഒറിജിൻ ഷിഫ്റ്റ് ചെയ്തു 1971 നിന്ന് 1975 ഒറിജിൻ ഷിഫ്റ്റ് ചെയ്തു. സോ ഇവിടെ നമ്മുടെ സൈസ് കുറയും. 1975 വരെ ആവുമ്പോൾ ഒരു 20 നമ്പേഴ്സ് നമുക്ക് ഇവിടെ കുറയും. കാരണം ഒരു ക്വാർട്ടറിൽ 4 റിയലൈസ്ഡ് വാല്യൂസ് ആണുള്ളത്. സോ നമ്മളിവിടെ നോക്കുക, നമ്മൾ 71 തുടങ്ങിയിട്ട് 70, 71, 72, 73, 74 5 വർഷം നമ്മൾ ഒഴിവാക്കിയാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ഒറിജിൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്നിന്റെ സൈസ് എത്രയായിട്ട് മാറും? 68 ആയിട്ട് മാറും. 20 വേരിയബിൾസ് നമ്മൾ കട്ട് ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. 75 1 ആണ് എടുക്കുന്നത്. അതായത് നമ്മൾ ഇവിടം തുടങ്ങിയിട്ട് ഇവിടം വരെയുള്ള വാല്യൂസിനെ നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ ഒരു 20 വാല്യൂസ് നമ്മൾ കട്ട് ചെയ്തു. അപ്പൊ നമുക്ക് സൈസ് എത്രയായിട്ട് കുറഞ്ഞു? 68 ആയിട്ട് കുറഞ്ഞു. ഈ 68 ആയിട്ട് കുറഞ്ഞപ്പോഴും സ്റ്റോക്കാസ്റ്റിക് ബേസിക് ആയിട്ടുള്ള അണ്ടർലൈങ് സ്റ്റോക്കാസ്റ്റിക് പ്രോസസ് അവിടെയുണ്ട്. അപ്പൊ നമുക്ക് ഇനി ആ പുതിയ ന്യൂ ഒറിജിൻ വെച്ചുകൊണ്ടുള്ള ആ ഒരു വേരിയബിൾസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ മ്യൂവും അതിൻ്റെ വേരിയൻസും അതിൻ്റെ കോവേരിയൻസും എല്ലാം ഈ ആദ്യത്തെ ഒറിജിനലിന് തുല്യമായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിനെ സ്റ്റേഷനറി എന്ന് വിളിക്കാൻ പറ്റൂ. നമ്മൾ ഒറിജിൻ ചേഞ്ച് ചെയ്താൽ പോലും എന്ത് സംഭവിക്കാൻ പാടില്ല? ഈ മ്യൂവും വേരിയൻസും ഓട്ടോ കോവേരിയൻസും മാറാൻ പാടില്ല. ഓട്ടോ കോവേരിയൻസ് ലാഗിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, കെയിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടിലും ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ലാഗ് സെയിം ആണെങ്കിൽ ദെൻ ഈ രണ്ട് ഒറിജിൻ ആണെങ്കിൽ പോലും ദാറ്റ് കോവേരിയൻസ് ഷുഡ് ബി സെയിം. കെയിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഏത് സമയത്ത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു? ഞാൻ 80 കാൽക്കുലേറ്റ് ചെയ്തോ, 90 കാൽക്കുലേറ്റ് ചെയ്തോ, 94 കാൽക്കുലേറ്റ്, അതൊന്നുമല്ല തീരുമാനിക്കേണ്ടത്. മറിച്ച് എന്താണ് തീരുമാനിക്കേണ്ടത്? ലാഗ് മാത്രമാണ്. ലാഗിന്റെ വേരിയേഷൻസ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ 5 ലാഗ് എടുത്തു, ഇവിടെ 10 ലാഗ് എടുത്തു, കോവേരിയൻസ് വിൽ ബി ഡിഫറെന്റ്. സോ ഞാൻ ഇവിടെ 5 ലാഗ് എടുക്കുകയും ഇവിടെ 5 ലാഗ് എടുക്കുകയും ചെയ്താൽ ദാറ്റ് കോവേരിയൻസ് ഷുഡ് ബി സെയിം. സോ ദ അണ്ടർലൈങ് മീൻ, വേരിയൻസ് ആൻഡ് കോവേരിയൻസ് ഷുഡ് ബി സെയിം. Then we call it weak stationary. At least that time series should be weakly stationary. 3 കണ്ടീഷനെങ്കിലും മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീക്ക്ലി സ്റ്റേഷനറി ആവും. അതേസമയം നമുക്ക് സ്ട്രോങ് സ്റ്റേഷനാരിറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ലുക്ക് ഇൻ ടു ദ സ്ക്യൂനെസ് ആൻഡ് ദ കർട്ടസിസ് ഓൾസോ. ബട്ട് കൺസിഡറിങ് നെസസിറ്റി, these 3 conditions are necessarily to be met to make a series stationary. ഞാനിവിടെ GDP മാത്രമാണ് പരിഗണിച്ചത്. ഇനി നമുക്ക് അടുത്ത സ്റ്റേഷനറി നോക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ PDA കാണണം, PCA സ്റ്റേഷനാരിറ്റി നോക്കണം, പ്രോഫിറ്റിന്റെയും ഡിവിഡൻഡിന്റെയും എല്ലാം ഡിഫറെന്റ് YT വാല്യൂസ് ആണ്, വേരിയബിൾ ആണ്. ഇനി എന്തുകൊണ്ട് സ്റ്റേഷനാരിറ്റി? Why we need stationarity? See, ഇപ്പൊ നമുക്ക് ഈ ഒറിജിൻ മാറ്റിയപ്പോൾ പോലും ഈ 3 കണ്ടീഷൻസ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ then we can use this data for forecasting because the underlying stochastic process is same. നമ്മൾ 1970 തുടങ്ങിയാലും 75 തുടങ്ങിയാലും ഈ കാര്യങ്ങളിലൊന്നും മാറ്റമില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ഇനി 1991 ആണ്. നമ്മൾ 1992 ഫസ്റ്റ് ക്വാർട്ടർ തുടങ്ങിയിട്ട് 1994 ഫോർത്ത് ക്വാർട്ടർ വരെയുള്ള, അതായത് അപ്പൊ എത്രയാണ്? 92, 93, 94, 92, 93, 94. എത്ര ടൈം പീരീഡ് നമ്മൾ എടുക്കുന്നത്? 3 into 4, 12 പീരീഡ്സും കൂടി നമുക്ക് ആഡ് ചെയ്യണം. 12 പീരീഡ്സും കൂടി നമ്മൾ ആഡ് ചെയ്യണം. അതായത് 12 വാല്യൂസും കൂടി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യണം. നമുക്കറിയില്ല, നമ്മൾ 1991 നമുക്ക് സപ്പോസ് ദീസ് 12 വാല്യൂസ് വി വാണ്ട് ടു പ്രെഡിക്റ്റ്.
നമുക്കതിനെ ഫോർകാസ്റ്റ് ചെയ്യണം, നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യണം. നമുക്കറിയാൻ പാടില്ല ആ വാല്യൂസ്, നമുക്ക് ആ വർഷങ്ങളിലേക്ക് ആയിട്ടില്ല. 1991 ആണ് ഇപ്പോൾ പ്രസന്റ് ഇയർ എന്ന് വിചാരിക്കാം. Then it is possible because this time series is basically stationary, because അതിന്റെ ഒറിജിൻ മാറ്റിയാൽ പോലും ഈ മ്യൂവും വേരിയൻസും കോവേരിയൻസിനും ഒന്നും മാറ്റമില്ല. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് ഈ ഡാറ്റ ഉപയോഗിച്ചിട്ട്, ഈ സ്റ്റേഷനറി ഡാറ്റ ഉപയോഗിച്ചിട്ട് നമുക്ക് മോറോർലെസ് നല്ല പ്രിഡിക്ഷൻ നമുക്ക് നടത്താനായിട്ട് പറ്റും. 1991 എത്രയാണ്, 1994 എത്ര വരും എന്ന് നമുക്ക് ഏറെക്കുറെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പ്രഡിക്ഷൻ നമുക്ക് നടത്താനായിട്ട് പറ്റും ഇഫ് ഇറ്റ് ഈസ് സ്റ്റേഷനറി. സോ അതുകൊണ്ട് അതേസമയം ഇതിൻ്റെയും രണ്ട് ടൈം പീരീഡിൻ്റെയും മ്യൂവും വേരിയൻസും കോവേരിയൻസും എല്ലാം ഡിഫറെൻ്റ് ആണ് എങ്കിൽ ദെൻ ദാറ്റ് ഈസ് നോൺ സ്റ്റേഷനറി. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നോൺ സ്റ്റേഷനറി ആണ് എങ്കിൽ വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ഫോർകാസ്റ്റിംഗ്. It cannot be used for reliable statistical analysis or econometric analysis. Okay, so I am concluding with stationary data today. If any of these conditions are violated, then we say that it is non-stationary time series. ഏതെങ്കിലും ഒന്ന് ഇതിൽ വയലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ അത് എന്തായി? നോൺ സ്റ്റേഷനറി ആയി. So we have to convert this non-stationary into stationary before making use of that time series data. ആ ഡാറ്റയെ നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ നോൺ സ്റ്റേഷനറിയെ നമുക്ക് സ്റ്റേഷനറി ആയിട്ട് മാറ്റിയാൽ മാത്രമേ, ട്രാൻസ്ഫോം ചെയ്താൽ മാത്രമേ, ഡാറ്റയെ ട്രാൻസ്ഫോം ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഡാറ്റ ഉപയോഗിച്ച് ഫർദർ അനാലിസിസ് നടത്താനായിട്ട് പറ്റും. വി വിൽ സ്റ്റഡി ദാറ്റ് ഓൾസോ. നമ്മൾ വഴി അതെല്ലാം പഠിക്കും. Okay, so let me stop the recording.